പുതിയൊരു തുടക്കം അതെപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ് അല്ലേ? പുതിയ നോട്ട്ബുക്ക്, ബ്ലാങ്ക് പേജ്, ക്വയറ്റ് മോർണിംഗ്. നിങ്ങൾ പുതിയൊരു തുടക്കത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. പുതിയൊരു അക്കാഡമിക് ഇയർ, എ ന്യൂ ജേണി ആൻഡ് മേ ബി നിങ്ങളുടെ പുതിയൊരു വേർഷൻ. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ചാൻസ് വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പഴയ നിങ്ങളല്ല കേട്ടോ, പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന നിങ്ങളല്ല, സ്വയം വിശ്വാസമില്ലാതെ തോൽവി വരുമ്പോൾ ഉടനെ പിന്മാറുന്ന നിങ്ങളല്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വേർഷനില്ലേ, ദ വേർഷൻ ഓഫ് യു ദാറ്റ് യു ഡ്രീം ഓഫ് ബിക്കമിങ്. ആ ഒരു നിങ്ങളാണ്, ഒരിക്കലും ക്വിറ്റ് ചെയ്യാത്ത നിങ്ങൾ. മറ്റാർക്കും നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും സ്വയം വിശ്വാസമുള്ള നിങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഭയങ്കര വലുതൊന്നുമല്ല, നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തതൊന്നുമല്ല. ഇറ്റ് ഈസ് പോസിബിൾ. ദേ ആർ എക്സാക്ട്ലി വാട്ട് യു ആർ ബോൺ ഫോർ. ഒരു വലിയ സത്യം എന്താണെന്നറിയോ? മെജോറിറ്റി ആളുകളും അവരുടെ സ്വപ്നത്തിൽ നിന്നും തോറ്റു പിന്മാറുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അവർക്കതിൽ കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സ്വയം അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അവരുടെ ഭാവിയേക്കാൾ കൂടുതൽ അവരവരുടെ ഭയത്തിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അങ്ങനെ ആവരുത്. നോട്ട് എനിമോർ. ഈ വർഷം നിങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്രാവശ്യം നിങ്ങൾ മോട്ടിവേഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കില്ല. ഇപ്രാവശ്യം നിങ്ങൾ പെർഫെക്റ്റ് മൊമെൻറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യില്ല. പകരം നിങ്ങളത് ക്രിയേറ്റ് ചെയ്യും. ഓരോ തവണ നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോഴും, ഓരോ തവണ നിങ്ങൾ ഫോണിൽ കളിച്ചിരിക്കുന്നതിന് പകരം പഠിക്കാനിരിക്കുമ്പോഴും, ഓരോ തവണ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനോട് നോ പറഞ്ഞ് ഡിസിപ്ലിനോട് യെസ് പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്കറിയാം അതൊരിക്കലും ഈസി ആയിരിക്കില്ല. നിങ്ങൾ വളരെ ടയേർഡ് ആവുന്ന ദിവസങ്ങളുണ്ടാവും. ഒന്നും വിചാരിച്ച പോലെ നടക്കാത്ത ദിവസങ്ങളുണ്ടായിരിക്കാം. നിങ്ങളെക്കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് തോന്നുന്ന ദിവസങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ തോറ്റുപോവാം, പലതവണ ഫെയിലാവാം. പക്ഷേ കൂടുതൽ ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. സ്വപ്നങ്ങൾ മോട്ടിവേഷൻ്റെ പുറത്തല്ല ബിൽഡ് ചെയ്യുന്നത്, പകരം റെസിലിയൻസിൻ്റെ പുറത്താണ്. ഓൺ ഷോയിങ് അപ്പ് വെൻ ഇറ്റ് ഹേർട്സ്, ഓൺ ഗെറ്റിംഗ് അപ്പ് വെൻ യു ഫാൾ, ഓൺ ബിലീവിങ് വെൻ ദർ ഇസ് നോ എവിഡൻസ്, ജസ്റ്റ് എ സ്പാർക്ക്. ഒരു സ്പാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സ്പാർക്കായിരിക്കും വിസ്പർ ചെയ്യുന്നത്, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. ആൻഡ് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് ഇമാജിൻ ചെയ്യുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ, ദി അപ്ലോസ്, നിങ്ങളുടെ പാരൻസിൻ്റെ കണ്ണിലുള്ള അഭിമാനം. ആൻഡ് ഫൈനലി നിങ്ങൾ പറയാണ്, യെസ് ഐ ഡിഡ് ഇറ്റ്, എന്നെക്കൊണ്ടത് സാധിച്ചു, ഐ ഡിഡ് ഇറ്റ്. പക്ഷെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. വർക്ക് ചെയ്യണം, പണിയെടുക്കണം. സോ വർക്ക്. നിങ്ങളുടെ ലൈഫ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള മട്ടിൽ തന്നെ പണിയെടുക്കുക. ബിക്കോസ് ഇൻ മെനി വേയ്സ് ഇറ്റ് ഡസ്. ഇന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന നിങ്ങൾ നാളത്തെ നിങ്ങളെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വായിക്കുന്ന ഓരോ ചാപ്റ്ററും, ഓരോ മണിക്കൂറും, ഓരോ തവണ നിങ്ങൾ പെർഫെക്ഷൻ നോക്കാതെ പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ശരിക്കും കേട്ടോളൂ, നിങ്ങൾക്കതിന് സാധിക്കും. അതിനുള്ളതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. യു ആർ പവർഫുൾ. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. യു ആർ നോട്ട് ടു ബിഹൈൻഡ് ആൻഡ് യു ആർ റെഡി. സോ ഈ ഒരു വർഷം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഭയത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ എഴുതാനായിട്ട് അനുവദിക്കരുത്. ലെറ്റ് യുവർ ഡിസിപ്ലിൻ ഡു ഇറ്റ്, ലെറ്റ് യുവർ ഫോക്കസ് ഡു ഇറ്റ്. നിങ്ങളുടെ എക്സ്ക്യൂസസിനേക്കാൾ കൂടുതൽ ഡ്രീംസിൻ്റെ ശബ്ദമായിരിക്കണം കേൾക്കേണ്ടത്. വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വയം പറയാൻ സാധിക്കണം, അന്നായിരുന്നു എൻ്റെ മാറ്റത്തിൻ്റെ എല്ലാം തുടക്കം എന്ന്. ലൈഫ് ഈസിയായിട്ട് മാറിയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയി മാറിയപ്പോൾ. വേറൊരാളൊന്ന് നിങ്ങളെ സേവ് ചെയ്യുന്നത് നോക്കിയിരിക്കാതെ നിങ്ങൾ സ്വയം ഒരു ഹീറോ ആയി മാറിയ നിമിഷം. So go all in, dream big, show up daily, fail, learn, rise, repeat. ഇത് നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ സ്റ്റോറിയാണ്, നിങ്ങളുടെ വർഷമാണ്. ആൻഡ് ആരും നിങ്ങളോട് ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ദെൻ ഞാൻ പറയാണ്, ഐ ബിലീവ് ഇൻ യു. എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. Now go, build the future that's already waiting for you. Just go.